വരില്ല. ഇത് കുടുങ്ങി. അദ്ദേഹം വിഷമിച്ചുപോയി. അവസാനം പുറത്തുനിന്ന് ഒരാൾ കേട്ട് അറിഞ്ഞ് അങ്ങനെയും കൂടി ഡോറ് തുറന്നപ്പോഴേക്കും ഈ വിരലിൻ്റെ കഥ കഴിഞ്ഞുപോയി. അന്ന് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ വിരൽ മുറിക്കണം എന്ന് പറഞ്ഞു. വിരൽ മുറിച്ചു, പകുതിയായി. മുറിച്ച് പകുതിയായിട്ട് ഇവിടെ ഒരു കുറ്റിയായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ആളുകളൊക്കെ പിന്നെ എടുക്കാൻ നോക്കുക. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതാണല്ലോ ഇങ്ങനെ നോക്കുക നമ്മളൊക്കെ, അല്ലേ? അതൊരു പ്രകൃതിയാണ് ശരീരത്തിൽ. ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് 4-ാം നാടെങ്ങാനും ഒരു നുറുക്ക് തിന്നണ സമയത്ത് ഈ അണ്ണാക്കിൽ ഇവിടെ ചെറിയൊരു മുറിവുണ്ടായി. ഇപ്പം നാവ് അവിടെ തന്നെ പോയി മുട്ടുകയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് ശരീരത്തിൻ്റെ ഒരു പ്രകൃതിയാണ്. ഇനി എവിടെ ഒരു കുഴപ്പമുള്ളത് അതൊന്ന് നോക്കുക എന്നുള്ളത്. അപ്പം ആളുകൾ വേറെ എവിടേക്കെങ്കിലും നോക്കിയാലും ഇയാൾക്ക് തോന്നുന്നത് എൻ്റെ ഈ വിരൽ നോക്കുകയാണോ. ഇയാൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അയാൾക്ക് പ്ലാസ്റ്റിക് സർജറി കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് 3.25 ലക്ഷം രൂപ മുടക്കിയിട്ട് അദ്ദേഹത്തിന് എന്ത് വെച്ചു? വിരൽ വെച്ചു കൊടുത്തു. വിരൽ വെച്ചു കൊടുത്തു. അപ്പോഴേക്ക് നമ്മുടെ ആൾക്കാർ വിരൽ വെക്കാൻ മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നു, ഇനി ദൈവത്തിന് ആവശ്യമില്ല, ദൈവത്തിന് മരിക്കാം, ഇവിടെ നമുക്ക് ആവശ്യമില്ല ദൈവത്തിന്. എന്താ ഇപ്പോൾ കിട്ടിയത്? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വിരൽ, അല്ലേ? ഞാൻ നിങ്ങളോടൊരു സത്യം ചോദിക്കട്ടെ. ആ പ്ലാസ്റ്റിക്കിൻ്റെ വിരലും കൊണ്ട് നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ പോയാൽ ആ വിരലോണ്ട് ഒപ്പുവെക്കാൻ പറ്റുമോ? ആ വിരലുകൊണ്ട് ഒപ്പുവെച്ചിട്ട് ആധാർ കാർഡ് കിട്ടുമോ? ആധാർ കാർഡ് അല്ലെങ്കിൽ തന്നെ ഒരു ഒപ്പുകൊണ്ട് കിട്ടൂല. ആധാർ കാർഡിന് പോയി നമ്മളവിടുന്ന് പ്രായമുള്ള ഒരാൾ, അയാൾ പോയിട്ട് അവിടെ തന്നെ ഇരുന്നു. അപ്പം എന്താണ്? അയാൾ വലത്തെ കൈയിൻ്റെ ഒപ്പ് വാങ്ങിയപ്പോൾ 5 വിരൽ, ഇടത്തെ കൈയിൻ്റെത് വാങ്ങി 5 വിരൽ, 10 വിരൽ ഒപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ആളല്ല, അയാൾ ക്ഷീണിച്ചവിടെ ഇരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ചോദിച്ചു, ഉപ്പാപ്പ നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ, പോണില്ലേ എന്ന് ചോദിച്ചു. അല്ല മോനെ, ഇനി കാലിൻ്റെ വിരൽ വേണമെങ്കിൽ ഇപ്പം തന്നെ ഒപ്പ് വാങ്ങിക്കോളൂ, എനിക്കിനി 2ാമത് വരാൻ കഴിയില്ലാന്ന്. അത്രയധികം ഒപ്പിട്ടിട്ട് നമുക്ക് ഏത് കിട്ടിയത്? ആധാർ കാർഡ് കിട്ടിയത്. എന്നിട്ട് ഇപ്പം അതിനിപ്പോൾ ഒരു വിലയില്ല എന്നാണ് പറയണത്. അള്ളാഹു വരും, പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലേ? ദുനിയാവിൽ എവിടെ പോയാലും നമ്മളൊരു ഇന്ത്യക്കാരനാന്ന് തെളിയിക്കാൻ ഇന്ത്യൻ പാസ്പോർട്ട് മതി. എവിടെ ഒഴിച്ച്? ഇന്ത്യയിൽ ഒഴിച്ച്. ഇതെന്തൊരു ഗതികേടാണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്താൽ ഇന്ത്യക്കാരനാണ്, നമുക്കൊരു കുഴപ്പമില്ല, അല്ലേ? അതേ സമയത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഏത് പോരാ? എന്തൊരു തമാശയാണ് നടക്കുന്നത് എന്ന് അല്ലാഹു വരും. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ വിരൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വിരൽ വെച്ചു കൊടുത്തപ്പോൾ ആ പ്ലാസ്റ്റിക് സർജറിയിൽ വിരൽ കിട്ടി. പക്ഷെ അതുകൊണ്ട് വല്ല ഉപകാരവും നടക്കോ? അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിഞ്ഞ ഈ വിരലുണ്ടല്ലോ, അല്ലാഹു റബ്ബി, ലോകത്ത് വിരലടയാള വിദഗ്ധന്മാർ എത്തിയിരിക്കുന്നു, അല്ലേ? ചരിത്ര പ്രസിദ്ധമായ കളവ് കേസുകളൊക്കെ തെളിയിക്കണത് എങ്ങനെയാണ്? വിരലടയാള വിദഗ്ധന്മാർ. നിങ്ങൾക്കറിയോ? പഠിച്ചു നോക്കണം നമ്മൾ. പണ്ട് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ ഫാറൂഖ് ജ്വല്ലറിയിൽ ഒരു കളവ് നടന്നു, അതിവിദഗ്ധ കളവ്. അത് തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി അന്ന് ഡൽഹിയിൽ നിന്ന് വിരലടയാള വിദഗ്ധന്മാർ വന്നിട്ട് ആ ജ്വല്ലറിയുടെ പൂട്ടിയിരിക്കുന്ന ഇരുമ്പിൻ്റെ വടിയുണ്ടല്ലോ, അതിങ്ങനെ ഇരുമ്പ് വാള് വെച്ചുകൊണ്ട് മുറിച്ചിട്ട് ആ മുറിവായിന് താഴെ വീണിരിക്കുന്ന പൊടി, അതിൽ നിന്നാണ് വിരലടയാളം കണ്ടെത്തിയത്. അന്ന് മനോരമ ഒരു ഫീച്ചർ ഇറക്കിയിരുന്നു വിരലടയാളത്തെക്കുറിച്ച്. അതിലെന്താണ് പറയുന്നത്? കോടിക്കണക്കിന് ജനങ്ങൾ കഴിഞ്ഞ കാലത്ത് ജീവിച്ചുപോയി, ഇപ്പൊ കോടികൾ ജീവിച്ചിരിപ്പുണ്ട്, ഇനി കൊക്കോടി ജനങ്ങൾ വരാനുണ്ട്. ഇവരുടെ എല്ലാവരുടെയും വിരലടയാളം ശേഖരിച്ചാൽ ഒരാളുടേത് മറ്റൊരാളെ പോലെ ഇല്ല എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, തൊലി പൊളിഞ്ഞു പോകാത്ത കൈയാണെങ്കിൽ നിങ്ങളുടേതും എൻ്റെതും 40 അടയാളങ്ങളെ കൊണ്ട് വേർതിരിക്കാൻ പറ്റും. തൊലി പൊളിഞ്ഞു പോയാൽ 4 അല്ലെങ്കിൽ 6 പോവുള്ളൂ, ബാക്കി 36 നിലനിൽക്കും. 40 അടയാളങ്ങളെ കൊണ്ട് ഒരാളെ മറ്റൊരാളിന് വേർതിരിക്കാൻ സാധിക്കുന്ന അത്ര വലിയ സംവിധാനം ഇവിടെ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഏക ഇലാഹായ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്കൊരു ഉടമസ്ഥനുണ്ട്, അല്ലാഹുവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം. അൽഹംദുലില്ലാഹ്, നമുക്ക് കണ്ണ് നൽകിയവൻ അല്ലാഹുവാണ്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത പാവപ്പെട്ട കുരുടനായ ആള്, ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാത്ത ആള്, അല്ലെങ്കിൽ പിന്നീട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ആൾ, അല്ലേ? ആ കണ്ണ് കാണാത്ത ആൾ എന്താ ചെയ്യണത്? അദ്ദേഹം കണ്ണുകളാം ദൈവം നൽകിയ കനകവിളക്കുകളുള്ളവരെ കണ്ണില്ല, പാപത്തെ കണ്ടില്ലെന്ന് നടിക്കരുതേ.
ആശിച്ച് കൈകൾ നീട്ടി കാശുകൾ വാങ്ങും വേഷം കെട്ടാൻ ആശയനീക്കില്ല ശേഷമേ ജീവിതം കഴിയണ്ടേ. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആൾ എത്ര ദയനീയമായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തേ നിരീശ്വരവാദിക്ക് കാഴ്ചശക്തി കൊടുക്കാൻ കഴിയാതെ പോയത്? എന്തേ ഈ നിർമ്മതവാദിക്ക് കാഴ്ചശക്തി കൊടുക്കാൻ കഴിയാതെ പോയത്? ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ ചരിത്രമുണ്ടോ? എത്ര രൂപ കൊടുത്താൽ കാഴ്ചശക്തിയുള്ള കണ്ണ് വാങ്ങാൻ കിട്ടും? ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹ്, വേറൊരാൾ വിശ്വസിക്കുന്ന ദൈവം, വേറൊരാൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, വേറൊരാൾ വിശ്വസിക്കുന്ന കർത്താവ്, ഏത് പേരിൽ വിളിച്ചാലും ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, നമുക്കൊക്കെ ചോദിക്കാനുണ്ട്. ഉടമസ്ഥനായ അള്ളാഹു തന്ന കണ്ണ്, ആ കണ്ണ് പോലെ കാഴ്ചശക്തിയുള്ള ഒരു കണ്ണിന് എത്ര രൂപ കൊടുത്താൽ കിട്ടും? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇവിടെയാണ് അല്ലാഹ് എന്ന വിശ്വാസി വേർതിരിയുന്നത്. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, അല്ലാഹ്. ആ അല്ലാഹു ആരാണ്? വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ, 6000-ലധികം വരുന്ന ആയത്തുകൾ, ആ ആയത്തുകൾക്കൊക്കെ നേതാവായിട്ടുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയെ പറ്റി എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? അഅ്ളമു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളിലെ അതിശ്രേഷ്ഠമായ ആയത്ത്, റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവായ ആയത്ത്, അതാണ് ആയത്തുൽ കുർസി. എന്താണ് ആയത്തുൽ കുർസിയുടെ പ്രത്യേകത? അല്ലാഹ് എന്ന് തുടങ്ങി